ഹായ്, ഞങ്ങൾ ഇപ്പോഴാണ് 11 മണിയായി. 11 മണിക്കാണ് ഞങ്ങൾ ചോറ് കഴിക്കുന്നത്. നമ്മൾക്ക് രാത്രി ടൈം അമ്മക്ക് ഉറക്കില്ലല്ലോ. അതുകൊണ്ട് അമ്മ ഇത് കുളിച്ചിട്ടെല്ലാം ആകുമ്പോഴേക്ക് അമ്മക്ക് കുറച്ച് പണിയെല്ലാം ഉണ്ടായി. 1, 2 പോകേണ്ടേ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടെല്ലാം ആകുമ്പോഴേക്ക് ഇത്ര വൈകി. അപ്പോൾ ഇപ്പോഴാണ് ചോറ് കഴിക്കുന്നത്. അമ്മ ചോറ് അമ്മ നല്ല താറോ നീരെറിഞ്ഞ് വെള്ളം താ, കൈ കഴുകാൻ വെള്ളം താ. അപ്പോ അമ്മ കഴിച്ചിട്ടായിന്, ഞാൻ കഴിക്കണത്ര. നിങ്ങൾ 10 മണി 11 മണി എല്ലാം ആണ് കഴിക്കുമ്പോൾ. ഇങ്ങനെ കഴിച്ചുകൂടാന്ന് പറയുന്നു. പക്ഷേ അമ്മക്ക് ഉറക്കില്ലാത്തത് കൊണ്ട് അമ്മ അങ്ങനെ കഴിക്കും. നമുക്ക് രാത്രി വിശന്നാൽ നിൽക്കൂലയില്ല, ഇങ്ങനെ ഒച്ചപ്പാടും വിശക്കുന്നു 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 എന്നറിഞ്ഞ അടുത്തുള്ളവരെല്ലാം വിചാരിക്കും ഇത് കൊടുക്കുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ കുറച്ച് വൈകിട്ടാണ് കഴിക്കൽ. പിന്നെ നിങ്ങളൊക്കെ എല്ലാവർക്കും ഒരു ഉറക്കമായിരിക്കും അല്ലേ? ഉറക്കം വരുന്നു. കഞ്ഞി കുടിച്ചിട്ട് സാമ്പാറിന് അരിയണം, സാമ്പാറിന് വറുക്കണം. നാളെ സാമ്പാർ. അപ്പോൾ അതെല്ലാം ആയുമ്പോഴേക്ക് 12 മണി 12:30 ആവും. അത് കഴിഞ്ഞിട്ട് കിടക്കുന്നു. രാവിലെ എഴുന്നേൽക്കില്ല. ഉറങ്ങാത്തത് കൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക 7:45, ഓരോർക്ക് 8 മണി ആവും. പിന്നെ എല്ലാം അരച്ചിട്ട് വറുത്തിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ രാവിലെ അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ പിന്നെ ഇത് ചന്ദനം തേച്ചിട്ട് അമ്മേരെ നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. ചന്ദനം തേച്ച് ഇവിടെ ഭയങ്കര വേദന വരുന്നു. അങ്ങനെ ചന്ദനം തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് വരുന്നവരെ നോക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ലൈക്ക് അടിക്കലേ ഇല്ല. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ എന്താ പറയുക. ഓക്കെ, ബൈ ബൈ. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടല്ലോ, ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഷെയർ ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട്, അത് മതി. ഓക്കെ, ബൈ 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 ബൈ.